അതും കൊടുത്തേ. ഗുണ്ടകൾ പറഞ്ഞത് സത്യമാണോ അല്ലേന്ന് കോടതി തീരുമാനിക്കട്ടെ. എന്നിട്ടാവാം അറസ്റ്റ്. അതല്ലേ മാഡം വേണ്ടത്? ഉള്ളിക്കുറവനും മരണമൊക്കെ നമുക്കങ്ങ് വിടാം. കഷ്ടകാലം വരുമ്പോ കൂവുന്നത് ആരാണെന്നല്ലേ മാഡത്തിന്റെ സംശയം? കൂട്ടത്തിൽ നിൽക്കുന്നവരാ മാഡം. കാടിളക്കി അറസ്റ്റ് ചെയ്തവർ ദാ ഇതുപോലെ കൺമുന്നിലൂടെ കൂളായിട്ട് ഇറങ്ങി പോകുമ്പോ കൂട്ടത്തിൽ നിൽക്കുന്നവർ കൂവും. നേരിട്ട് കൂവില്ലെങ്കിലും മനസ്സിൽ കൂവും. അത് മനസ്സിലാക്കണമെങ്കിൽ ഒപ്പം നിൽക്കുന്നവരുടെ മുഖത്തേക്കൊന്ന് പാളി നോക്കിയാ മതി. ഒരു ചെറു ചിരി അവരുടെ മുഖത്തുണ്ടാവും. അതിലെല്ലാം ഉണ്ട് മാഡം. പരിഹാസവും കളിയാക്കലും എല്ലാം. വരട്ടെ, ഇനിയൊരവസരം വരട്ടെ. അതുവരെ ഈ സുസ്മിതൻ വെറുതെ വിട്ടേക്ക്. നിഴല് പോലെ നീയല്ല വിഷ്ണു. നിനക്ക് പുറകെ ഞാനാ ഉണ്ടാവാ. എടി സുസ്മിത, നിയമത്തിന്റെ കണ്ണിൽ പൊടിയിട്ട് നീ ഇപ്പൊ രക്ഷപ്പെട്ടു. പക്ഷേ എന്റെ നിയമപുസ്തകത്തിൽ നിനക്കുള്ള ശിക്ഷ എഴുതി ഉറപ്പിച്ചു കഴിഞ്ഞു. അത് തടയാൻ നിനക്കോ നിന്റെ കൂടെയുള്ള ഉപഗ്രഹങ്ങൾക്കോ കഴിയില്ല. കാരണം അത് വിഷ്ണുവിന്റെ കൊട്ടേഷനടേ. അത് വിഷ്ണു ഭഗവാന്റെ സുദർശന ചക്രം പോലെയാ. തൊടുത്തു വിട്ട തലയിറക്കാതെ തിരിച്ചു വരില്ല. സൂക്ഷിച്ചു നീ. നിന്റെ തലയ്ക്കുള്ള രക്ഷ ഇനി നീ മാത്രമാ. പറഞ്ഞല്ലോ, ഇത് ആരംഭാവസ്ഥയാ. പക്ഷേ ഇത് കൂടിയ കുഴപ്പം. പേഷ്യന്റിനെ വേണ്ട രീതിയിൽ നോക്കിയില്ലെങ്കിൽ പല പരീക്ഷണ ഘട്ടങ്ങളെയും നമ്മൾ അതിജീവിക്കേണ്ടതായി വരും. ഇത് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റില്ലേ ഡോക്ടർ? ഇല്ല. ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൽ ഇദ്ദേഹത്തിന്റെ ഒപ്പം ഈ രോഗവും ഉണ്ടാവും. മറ്റ് കുഴപ്പങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ ഇദ്ദേഹത്തിന്റെ ഒപ്പം നമ്മളും ഉണ്ടാവണമെന്ന് മാത്രം. പക്ഷെ ഇത് കുറച്ചുകൊണ്ടുവരാൻ പറ്റും, ശ്രദ്ധ കൂടുതൽ കൊണ്ട്. അവർക്ക് ഭാരപ്പെട്ട ചിന്തകൾ കൊടുക്കാതെ പകുതി ചിന്ത നമ്മൾ ഷെയർ ചെയ്തെടുത്താൽ മതി. ഞാനൊരു അഡ്രസ് തരാം. എന്റെ സുഹൃത്ത് നടത്തുന്നൊരു ട്രീറ്റ്മെന്റ് സെന്ററാണ്. കുറച്ചധികം പണം ചെലവാകും, പക്ഷേ ഈ ഒരു അസുഖത്തിന് ആ ചികിത്സ ബെറ്റർ ആയിരിക്കും. ഓക്കെ ഡോക്ടർ, ഞാൻ എൻ്റെ മകനുമായിട്ടൊന്ന് ആലോചിച്ചിട്ട് ആ ചികിത്സ തന്നെ ചെയ്യാം. 80 രൂപ. എല്ലാവരെയും വിറപ്പിച്ചിട്ടാണല്ലോ ഇവിടുന്ന് ഇറങ്ങിപ്പോയത്. പോയ പോക്ക് കണ്ടപ്പോ ഞാൻ കരുതി ഇനി ഇങ്ങോട്ട് വരികയില്ലെന്ന്. അല്ല, അവരെന്താ നിന്നെ കൂട്ടത്തിൽ കൂട്ടിയില്ലേ? ഞാൻ നിൽക്കേണ്ടത് ഇവിടെയാ, അല്ലാതെ എന്റെ വീട്ടിലൊന്നും അല്ല. വാ. നിക്കേ. അപ്പൊ നിന്റെ കുഞ്ഞേച്ചിയും കുഞ്ഞേട്ടനും കൂടി നിന്നെ ഇവിടുന്ന് കൊണ്ടുപോയത് സംരക്ഷിക്കാനല്ല, നീ പറയുന്നത് പോലെ വീണ്ടും നിന്നെ ഇവിടെ ഇട്ട് നരകയാതന അനുഭവിപ്പിക്കാൻ വേണ്ടിയാ. അതെ, എന്നെ വിവാഹം ചെയ്തുകൊണ്ടുവന്ന വീടാ ഇത്. അതെത്ര മായ്ച്ചാലും ആയതാണല്ലോ. ആ, നിന്നെ വിവാഹം ചെയ്തു കൊണ്ടുവന്നത് ഞാനാണല്ലോ. ഞാൻ പറയുന്നു, നിനക്ക് ഈ വീട്ടിൽ ഒരവകാശവും ഇല്ല. പിന്നെ
നിനക്ക് നിന്റെ കൊച്ചിനും ഇവിടെ നിൽക്കണമെങ്കിൽ ദേ അവളുടെ കാൽക്കിലേക്ക് വീഴ്. എന്നിട്ട് ഇവിടെ ഇപ്പൊ കാണിച്ചു കൂട്ടിയ സകല പേക്കൂത്തുകൾക്ക് മാപ്പി ചോദിക്കേ. എന്നിട്ടിവിടെ പുറത്തു. രോഹിത്തിനിപ്പൊ എന്നെ കൊണ്ട് ഇവളുടെ കാല് പിടിപ്പിക്കണം. അത് ഇവള് പറഞ്ഞതാണോ അതോ ഇവളെ പ്രീതിപ്പെടുത്താൻ വേണ്ടി സ്വയം തീരുമാനിച്ചതാണോ? ശ്യാമേ, ഈ വീട് ലേലത്തിൽ പിടിച്ചത് ഞാനാ. ഇവിടെ ആരൊക്കെ നിക്കണം നിക്കണ്ടെന്ന് തീരുമാനിക്കാനുള്ള അവകാശം എനിക്ക് തന്നെ. ആ നീ ഇവിടെ നിൽക്കുന്നതിൽ എനിക്കൊരു എതിർപ്പുമില്ല. പക്ഷേ മേലാൽ നിന്റെ വിഷ്ണുവേട്ടനും കുഞ്ഞേച്ചിയും കാണിച്ച വില കുറഞ്ഞ തരംതാണ ഡോഗ് ഷോയും കൊണ്ട് ഈ വീട്ടിലേക്ക് കയറരുതെന്ന് പറയണം. കയറിയ ഈ സുസ്മിത ആരാണെന്ന് നീയും അറിയും, ശരിക്കറിയും. സുസ്മിത, എന്തിനാ ഈ മാരണങ്ങളൊക്കെ എടുത്ത് തലേ വെക്കുന്നേ? ഇവളൊക്കെ എവിടെയെങ്കിലും പോയി തൊലയട്ടെ. നശിക്കാനും നശിപ്പിക്കാനും വേണ്ടി കേറി വരുന്നവരാ. കൂട്ടത്തിൽ കൂട്ടാൻ പാടില്ല, പറഞ്ഞങ്ങ് വിട്ടേക്കണം. എന്തായാലും ഇപ്പൊ കാര്യങ്ങൾ പറഞ്ഞവളെ ബോധ്യമാക്കിയിട്ടുണ്ടല്ലോ. ഇനി അവരിതുപോലെ വന്നാ ഇവളും കൊച്ചും വീടിന് പുറത്താണെന്നും പറഞ്ഞിട്ടുണ്ടല്ലോ. നമുക്ക് നോക്കാം. നമ്മുടെ വഴിക്ക് വന്നില്ലെങ്കിൽ പോകുന്ന വഴിക്ക് പറഞ്ഞു വിടാം. ഇപ്പൊ തൽക്കാലം ഇവളും കൊച്ചും അകത്തേക്ക് പോട്ടെ. വാ മോളെ.